നമസ്കാരം. നമ്മൾ ഇന്നലെ എറണാകുളം വന്നു. എറണാകുളം സ്റ്റേ ചെയ്തു. ഇവിടെ വൈകിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ സമയം 5 മണിയായി. നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അവർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ച് ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായി അയയ്ക്കുക. തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ യാത്രയായി. ഓക്കെ, താങ്ക് യു. കാണാം. ഹായ്, നമ്മളിപ്പോൾ 5 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, എറണാകുളത്ത് നിന്ന് ഇറങ്ങിയത്. നമ്മൾ കോതമംഗലം വഴി നമ്മളിപ്പോൾ അടിമാലി വഴി കയറാനുള്ള പ്ലാനിലാണ്. കയറിയിട്ടില്ല. നമ്മളിപ്പോൾ മലയോരത്തിൻ്റെ താഴത്താണ് നിൽക്കുന്നത്. ഞങ്ങളെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. ഓക്കെ. ഹായ്, പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്ന ഒരു അവസ്ഥ നോക്കൂ. എന്തൊരു ഭംഗിയാണ്, എന്തൊരു ബ്യൂട്ടിയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു അവസ്ഥയാണ് ഈ നിമിഷം. ഡി ക്യോകുഷൻ എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്രത്യേകത, അല്ലെങ്കിൽ ക്യോകുഷൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ക്യോകുഷൻ ഇതേമാതിരി വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ പരിസരത്തൊക്കെ നിന്നിട്ട് കൂടുതൽ ട്രെയിൻ ചെയ്യാം. ാണിത്. അപ്പോൾ നമ്മൾ ജപ്പാനിലെ ഒരുവിധ ആൾക്കാരെല്ലാം ഈ പാറയുടെ മേലെ നിന്ന് വരുന്ന ജലത്തിൽ നിന്ന് അങ്ങ് ട്രെയിൻ ചെയ്യും. അപ്പോൾ ഇനി വലിയൊരു ക്യാമ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടുവയ്ക്കുന്നത് ഏകദേശം അടിമാലിയാണിത്. നമ്മൾ ഇവിടുന്ന് ഇനി യാത്ര തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രമണീയമായ ഒരു അതിഭംഗിയുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. വളരെ ബ്യൂട്ടിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഹായ്, നമസ്കാരം. നമ്മളിനി ഒരു 7 കിലോമീറ്ററുള്ള മൂന്നാറിലേക്ക് നമ്മൾ അടുത്തെത്തി. ഇനി നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലം കുറച്ചുകൂടി നമുക്ക് ഉള്ളോട്ട് പോകാണ്ട്. അപ്പോൾ നമുക്കിവിടെ നല്ല വ്യൂ ഉണ്ട്. കാണാൻ പറ്റിയിട്ട് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ പ്രകൃതി അങ്ങ് കനിഞ്ഞു തന്ന ഒരു രമണീയമായ സ്ഥലമാണ്. വാ, എന്ത് മനോഹരമായ. നമ്മൾ ഈ മൂന്നാറിൽ വരുമ്പോൾ ഈ ഡിസംബർ മാസം തന്നെ വരണം. കാരണം നല്ല ക്ലൈമറ്റാണ്. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത ഒരു ഫീലാണ്. നമ്മളിവിടെ വന്ന് കാണുക തന്നെ വേണം. കാരണം എന്തൊരു ബ്യൂട്ടിയാണ് ഇവിടുത്തെ ആ ഒരു പ്രകൃതി. ഇവിടെ ഈ സമയം നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ ഡിസംബർ മാസം വരിക. എന്തായാലും നിങ്ങളിവിടെ മൂന്നാർ വന്ന് കാണണം. അത്ര ബ്യൂട്ടി സ്ഥലമാണ്. പിന്നെ വരുമ്പോൾ ഫാമിലിയൊക്കെ ആയി വരികയാണെങ്കിൽ ഒന്നുകൂടി നന്നായി എൻജോയ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ വരാൻ ശ്രമിക്കുക.
നമ്മളിപ്പോൾ മൂന്നാറിലെത്തി. മൂന്നാറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അവർ KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ട്രെയിനിങ് സ്പേസ് കുറച്ചും കൂടി കുറേ മുന്നിലേക്ക് കയറാണ്ട്. ഇനിയും സ്ട്രെയിറ്റൊക്കെ എന്ത് വൃത്തിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മൂന്നാർ സന്ദർശിക്കണം, മറക്കരുത്. നമുക്ക് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ല നല്ല ബ്യൂട്ടി സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങൾ വന്ന് കാണണം. സ്ട്രെയിറ്റ് നല്ല വൃത്തിയുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട്. ശരിക്കും കഴിഞ്ഞു. നമ്മൾ ഹൈ റേഞ്ചിൽ കയറി നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തേയിലത്തോട്ടത്തിൻ്റെ ഒരു വളരെ അതിമനോഹരമായൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. നിങ്ങൾ തന്നെ നോക്കൂ, മനോഹരമായൊരു സ്ഥലമാണ്. ഞങ്ങൾ അടുത്ത കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ഉണ്ടാവില്ല, കാരണം നല്ല കയറ്റാണ് ഞാൻ അടുത്ത കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിർത്തി നോക്കൂ, എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ സ്ഥലം. അതിമനോഹരമായിരിക്കുന്നു. പറയാൻ വാക്കുകളില്ല. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലും വിശ്വസിക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിക്ക് വരണം. ഈ സ്ഥലം നിങ്ങൾ കാണണം വന്നിട്ട്. നമസ്കാരം. പ്രകൃതി കെട്ടിയാടുന്ന ഈ അതിമനോഹരമായ ഈ രമണീയമായ ഒരവസ്ഥ, ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ നമ്മുടെ മൂന്നാർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്താനായി. നമ്മുടെ ട്രെയിനിങ് സ്ഥലത്തേക്ക് ഇതാ കുറച്ചും കൂടി ഉള്ളൂ, ഒരു 7-8 കിലോമീറ്ററും കൂടി ഉണ്ട്. പക്ഷേ ഈ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ തോന്നി. ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്ന് നമ്മൾ ട്രെയിനിങ് റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ അധികം നേരം നമ്മൾ സമയം കഴിച്ചു കിട്ടുന്നില്ല. ഇനി നമുക്ക് നമ്മളെ ട്രെയിനിങ് സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ.